ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമ ചെയ്ത് അത് വൻ ഹിറ്റായി അത് ആ ഒരു ആക്ടറിന്റെ പിന്നെ അങ്ങോട്ടുള്ള ആ ഒരു സിനിമ കരിയർ തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒന്നാണെന്നുള്ളത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഏറ്റവും നല്ല റീസെന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രഭാസ് തന്നെയാണ്. അതേ ഒരു സ്റ്റേജിലാണ് യശ് നിൽക്കുന്നത്. KGF എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലൂടെ കിട്ടിയ ആ ഒരു വലിയ സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ഇനി വരാൻ പോകുന്ന ഈ ഒരു ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒന്നെങ്കിൽ യശ് എന്ന് പറഞ്ഞ ആക്ടർ അതിനെ മറികടക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പ്രഭാസിന് പറ്റിയതുപോലെ തന്നെ അടുത്തൊരു KGFന് വേണ്ടി അതല്ലെങ്കിൽ KGF 3ക്ക് വേണ്ടി മറ്റു ഓഡിയൻസ് അതിനുവേണ്ടി കാത്തിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ടോക്സിക്കിലൂടെ യശിന് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ യശ് പ്രഭാസിനെ പോലെയല്ല, കുറച്ച് ബുദ്ധിപരമായിട്ട് കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്. ടോക്സിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് യശിന്റെ 2 ലുക്ക് നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ 2ൽ കൂടുതലും കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് KGF ലുക്ക്, മറ്റൊരു ലുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു യങ്ങർ വെർഷനായിട്ടുള്ള വിത്തൗട്ട് ബിയേഡ് ആയിട്ടുള്ള ഒരു വെർഷൻ. ഇത് യശിന്റെ ഒരു ടെക്നിക്കാണെന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? KGFൽ കണ്ട അതേ ലുക്കിൽ നിന്ന് ആ ഒരു യങ്ങർ വെർഷൻ ആയിട്ടുള്ള ആ ലുക്കിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സിനിമയ്ക്കകത്തൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഈ 2 ക്യാരക്ടേഴ്സിനെയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന പല സിനിമകളിലും വിത്തൗട്ട് ബിയേഡായിട്ടും വിത്ത് ബിയേഡായിട്ടും എങ്ങനെ വേണോ യശിനെ ആക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു റഫ് ആൻഡ് ടഫ് താടി ലുക്കിലുള്ള ആ ഒറ്റ സെയിം ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ുണ്ടെങ്കിൽ ഈ സിനിമ സക്സസ് ആയാലും യശിന് അടുത്തതായി ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഒരു മാസ് ലുക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു KGF ടൈപ്പ് റോൾ ചെയ്താൽ മാത്രമേ ആ ഒരു ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും. അതേസമയം ഈ പറയുന്ന 2 ലുക്കും അല്ലെങ്കിൽ 2ൽ കൂടുതൽ ലുക്കിലും ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ തൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ലുക്കിലല്ല കാര്യമെന്നുള്ളത് തൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രൂവ് ചെയ്ത് എല്ലാ രീതിയിലുള്ള വേഷങ്ങളും യശ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടറിന് പരീക്ഷിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ലുക്കിനെയും ആൾക്കാരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ മൂവാണ് യശ് ഈ സിനിമയ്ക്കകത്തൂടെ കൊണ്ടുവരുന്നത്. സ്കോർപിയോൺ, ഈ തേളെന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ജീവി വളരെ ചെറിയൊരു സംഭവമാണ്. പക്ഷേ നമ്മളെ ഉള്ളിൽ വരുന്ന ഒരു ഫിയർ ഉണ്ട്, ഭയമുണ്ട്. അതിനെ കാണുന്ന സമയത്ത് വരുന്നൊരു ഭീതിയുണ്ട്. എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളൊരു ആ ഒരു ചിന്ന സാധനത്തിന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവത്തിനെ നമുക്ക് വേണമെങ്കിൽ ഓറ എന്ന് വിളിക്കാം. അതായത് കുറേ ജീവികളെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു തേളിൻ്റെ ഒരു ഇത് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അറ്റൻഷൻ അതിലോട്ട് പോകും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഓറ എന്ന് പറയാം. യശ് എന്ന് പറഞ്ഞ ആക്ടറിനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു മസ്കുലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ യശിൻ്റെ പഴയകാല കുറേ സിനിമകളുണ്ട്. യശിൻ്റെ ലുക്ക് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ യശിനെ സ്ക്രീനിൽ കാണുന്ന സമയത്തോ ഈ പറയുന്ന ആ ഒരു ഓറ അല്ലെങ്കിൽ ഈ പറയുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഫീല് ആ ഒരു ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ ആ ഒരു സിനിമകളിലൊന്നും യശിനെ കുറിച്ച് കിട്ടാറില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം ഒരു ആക്ടറിൻ്റെ ഓറ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മസ്കുലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് അല്ലെങ്കിൽ അപ്പിയറൻസ് എന്നതുകൊണ്ട് മാത്രമല്ല, ആ ഒരു ആക്ടർ എങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ പറയുന്ന ഓറ എന്ന് പറഞ്ഞ സംഭവമൊക്കെ വരുന്നത്. എന്താണ് തൻ്റെ പാസ്റ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ ഏത് പൊസിഷനാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഓറ എന്ന് പറയുന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ലാലേട്ടൻ മമ്മൂക്കായൊക്കെ ഈ രീതി പറയാറുണ്ട്, ഓറ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കി പറയാറുണ്ട്. അത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന പാസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെമ്മറീസ് നമ്മളെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ഇങ്ങനെ സ്ക്രാച്ചായി കിടക്കുന്ന കുറേ മെമ്മറീസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് അവരിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. പക്ഷേ യശ് എന്ന് പറഞ്ഞ ഈ ഒരു ആക്ടറിന് ഈ പറയുന്ന ഓറയും സംഭവമൊക്കെ കിട്ടിയത് ആകെ ഒരു സിനിമ കൊണ്ടാണെന്ന് ഓർക്കണം. KGF എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് യശ് എന്ന് പറഞ്ഞ ഈ ഒരു ആക്ടറിന് ഇമാതിരി പവറോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ കൈയടിക്കേണ്ടത് ഈ KGF എന്ന് പറഞ്ഞ സിനിമയിലൂടെ യശിനെ ഇതുവരെ കണ്ട യശ് അല്ലാതെ പ്രസൻറ്റ് ചെയ്ത ആ ഒരു റൈറ്റർ ഡയറക്ടർക്കാണ് പ്രശാന്ത് നീൽ. ആ ഒരു വാക്കിംഗ് ആയാലും ആ ഒരു ഫുൾ KGFൽ കണ്ട ആ ഒരു യശിൻ്റെ ആ ഒരു പ്രസൻസിനെ ഇന്ന് ബിഗ് സ്ക്രീനിൽ ആ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാർഡം നമുക്ക് യശിലൂടെ ഫീൽ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം അത് പ്രശാന്ത് നീൽ തന്നെയാണ്. പ്രശാന്ത് നീൽ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ KGF 1ലും KGF 2ലും ഈ പറയുന്ന യശിനെ ഈ പറയുന്ന രീതി പ്രസൻറ്റ് ചെയ്ത ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ആ ഓറ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരു ഓറയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ടോക്സിക്കിൽ നമുക്കത് കാണാം. ടോക്സിക്കിൻ്റെ ടീസറും മറ്റ് അപ്ഡേറ്റ്സുകളിലൊക്കെ നമുക്ക് ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ആക്ടറിന് അത് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഒരു കാര്യത്തെ ആ ഒരു യശ് എന്ന് പറഞ്ഞ ആക്ടർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ
ടോക്സിക് എന്ന് പറയുന്ന ഫിലിമിനകത്ത് യശും കൂടി ഡിസിഷൻ എടുത്ത് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗീതു മോഹൻദാസിനെ പോലത്തെ ഒരു നമ്മളുടെ മലയാളത്തിലുള്ള ഒരു മൂത്തോൻ പോലത്തെ ഒരു സിനിമ എടുത്ത ഒരാൾ എങ്ങനെയായാലും യശിനെ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുറച്ചൊരു അവാർഡ് മൂഡിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഉദ്ദേശിച്ചതെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഒരു ഓറ അല്ലെങ്കിൽ KGF 1, 2 കിട്ടിയ പോലത്തെ ആ ഒരു പ്രസൻസ് യശിന് ഇനിയുള്ള സിനിമകൾ അല്ലെങ്കിൽ തൻ്റെ ഇനി അങ്ങോട്ടുള്ള സിനിമകളിലൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് യശ് എന്ന് പറയുന്ന ആക്ടറിനെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അയാളത് അതിൽ കൈകടത്തി അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിക് ഫിലിമിൻ്റെ 2 ടീസർ പുറത്തു വന്നിട്ടുണ്ട്, കുറേ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊരു മലയാളം ഡയറക്ടർ എടുക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തായാലും ഒരു മെയിനായിട്ടുള്ള ഒരു മലയാളം ആക്ടർ പ്രസൻറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ടോവിനോ തോമസ് ആണ്. ടോവിനെയോ ഇനി അതോ നിവിൻ പോളി വല്ലതും ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വരുന്നത്. കാരണം നിവിൻ പോളിയുടെ പേര് പറയാൻ കാരണം മൂത്തോൻ പോലുള്ള സിനിമയൊക്കെ അവർ ചെയ്തത് കൊണ്ട് തന്നെ ഗീതു മോഹൻദാസിൻ്റെ നല്ല സിനിമയാണെങ്കിൽ പോലും ആ സിനിമയിലൂടെയാണ് നിവിൻ്റെ കരിയർ ഡൗൺ ആയി എന്നുള്ള രീതിയിലുള്ള ചില കരക്കമ്പികളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കറങ്ങുന്നുണ്ട്. അതിനെ ഒന്ന് തിരിച്ചു മാറ്റിക്കൊടുക്കാൻ വേണ്ടി നിവിൻ പോളി വല്ലോ ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടൊക്കെ ഒരു മാസ് അപ്പിയറൻസിൽ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതെൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ്. പക്ഷേ ടോവിനോയാണ് ഇപ്പോൾ കൂടുതലായിട്ടും റൂമർസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരാര് വന്നാലും നമുക്ക് അവരെ ആ കറക്റ്റായ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. ഈ 2ാമത്തെ ടീസർ വന്ന സമയത്ത് അതിനകത്ത് കുറേ കൂടി കാര്യങ്ങൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ടെറൈനായാലും ഈ ടീസറിൻ്റെ അകത്ത് അവർ ആദ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളായി മാറിയ കുറേ സംഭവങ്ങളെ ഒരു ഫ്ലാഷ് പോലെയാണ് ഇതിനകത്ത് കാണിച്ചത്. പക്ഷേ ഇതിനകത്ത് അവർ ആദ്യത്തേൽ കാണിച്ചതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡ്, അതായത് വയലൻസ് ആണ് ഈ 2ാമത്തെ ടീസറിൽ അവർ പ്രൊജക്റ്റ് ചെയ്തത്. 2 ടീസറിലൂടെ ഈ സിനിമയ്ക്കൊത്ത് ഉണ്ടാവാൻ പോകുന്ന 2 എക്സ്ട്രീം കാര്യങ്ങളെ A സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള 2 കാര്യങ്ങളെയാണ് അവർ 2 ടീസറിലൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഈ സിനിമയ്ക്കകത്ത് ഒരുപാടുണ്ട് എന്നുള്ളത് അവർ ഇതിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇത് ഗ്രോണപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെയറി ടൈൽ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു ഫെയറി ടൈൽ വേൾഡാണ്. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം മുതിർന്നവർക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡൾട്ടിന് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ഇതിനകത്ത് വയലൻസ് എന്ന് പറയുന്നത് പീക്കാണെന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് റിച്ച് ആയിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിൽ പോലും ഇതൊരു സർക്കസ് ബേസ്ഡ് ഓൺ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എനിക്ക് തോന്നുന്നു നടക്കുന്നത്. കാരണം അവിടെയാണ് അവർക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ പുതിയ രീതിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ലോജിക്ക് ചോദിക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു മാസ്ക് ഇട്ട ഒരാൾ വരുന്ന സമയത്ത് എന്തിനാവും മാസ്ക് ഇട്ടു എന്ന് ലോജിക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സർക്കസ് ബേസ് ചെയ്തുള്ള ഒരു സ്പേസിൽ ഈ ഒരു സ്റ്റോറി അവിടെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ മാസ്ക് ഇട്ട് വരാം, അതല്ലെങ്കിൽ തലകുത്തി മറിഞ്ഞു വരാം, ഏറി പറന്ന് വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ സർക്കസുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ലോജിക്ക് ഇഷ്യൂ അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് കുഴപ്പമില്ല, ലോജിക്കൊന്നും ആരും നോക്കില്ല. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനോ അല്ലെങ്കിൽ ഇൻ്റർവൽ പോർഷനോ ഒക്കെ ആണെന്ന് തോന്നുന്നു ആ ഒരു സർക്കസിൽ കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും ഒരു കൂട്ടിക്കലാശം എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ എല്ലാവരും കൂടെ വന്നിട്ടുള്ളൊരു സംഭവങ്ങൾ. ഇതിൽ ആ മാസ്ക് ഇട്ട ഒരാളെ കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മലയാള ആക്ടറോ. യശ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ 2 ലുക്ക് ഇതിനകത്തുണ്ട്. അതിലൊന്ന് ഒരു ഡാഡിയും ഒന്ന് മകനും ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു ഇതിൻ്റെ സംസാരങ്ങളൊക്കെ വരുന്നത്. അത് എത്രത്തോളം കൺഫേം ആണെന്നുള്ളതിൻ്റെ ഒരു ഇത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഈ റായ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ മകനായിട്ടാണോ അതോ ഈ ക്യാരക്ടറിൻ്റെ ചെറുപ്പമാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് മനസ്സിലിങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഈ ഒരു മുതിർന്ന ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവ ഗുണം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആവാനാണ് കൂടുതൽ ചാൻസ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡൾട്ട് ടൈപ്പ് സിനിമ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിൽ വരുന്ന ഒരു മകനാണെങ്കിൽ ആ രീതിയിലൊരു പ്രശ്നങ്ങളും ചിലപ്പോൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒറ്റയടിക്കൊരു ട്രാൻസിഷൻ പോലെ ആ ഒരു ബിയേഡ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ പോലെ, അതായത് ഒരു ബിയേഡുള്ള ആ ഒരു മാസ് എലിവേഷൻ എല്ലാ ആൾക്കാരെ കൊടുത്തിട്ട് പയ്യെ ആ ഒരു പുതിയ ലുക്കും കൂടി ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ടോക്സിക് എന്ന സിനിമയിലൂടെ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെയും കൂടെ ആൾക്കാരങ്ങ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യശ് എന്ന് പറയുന്ന ആ ഒരു യങ്ങർ ലുക്കിനെയും എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു മാസും സംഭവമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ആ ഒരു ബിയേഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ലുക്ക് മോശമാണോ അല്ലേ എന്നുള്ളതിൽ ഒരു ഉത്തരമില്ല. കാരണം ആ ഒരു ലുക്ക് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന 2 ലുക്കുകളും ഈ 2 ലുക്കുകളും ഇതിനകത്തുണ്ട്.
പക്ഷേ ഈ പറയുന്ന ഒരു സിനിമ POV നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ഇന്ന ലുക്കായിരുന്നെങ്കിൽ ഈ ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്തേനെ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. യഷിൻ്റെ ബിയേഡ് വെച്ചുള്ള ലുക്കും വിത്തൗട്ട് ബിയേഡ് അല്ലെങ്കിൽ ഇത് തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചോദിക്കുന്ന ആൾക്കാർക്കും രണ്ടുപേർക്കുള്ള ആൻസർ ടോക്സിക് എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്തുണ്ട്. KGF മയമാണ്. KGFിൻ്റെ ആ ഒരു താടി വെച്ച ലുക്കിൽ പറയുന്ന മാസ് ഡയലോഗും എല്ലാം പറയുമ്പോഴും നമ്മൾ KGF 3 ഒരു വിഷ്വൽ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ചാനൽ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. എങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു അക്കൗണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഒരു 10K എങ്കിലും എത്തിക്കണമെന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.